പകലെല്ലാം നല്ല പൊരിവെയില്, രാത്രി നല്ല പെരുമഴ. രാവിലെ എഴുന്നേറ്റാല് ആദ്യം തന്നെ അമ്പൂനെ സ്കൂളിൽ വിടാനുള്ള തയ്യാറെടുപ്പുകളായിരിക്കും. അതുകൊണ്ട് മുറ്റത്തിറങ്ങാനോ ചെക്ക് ചെയ്യാനോ ഒന്നും എനിക്ക് സമയം കിട്ടിയില്ല. അവൻ സ്കൂളിൽ പോയി കഴിഞ്ഞ് പയ്യെ ചെക്കിങ്ങിനൊക്കെ ഇറങ്ങി. അപ്പോഴാണ് മഴയത്തിന്റെ ഒരു ബന്ധിയൊക്കെ താഴെ വീണ് കിടപ്പുണ്ടായിരുന്നു. ഞാനതങ്ങ് കെട്ടിക്കൊടുത്തേ. കലാത്തിയയിലെ ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു കാര്യം നോട്ട് ചെയ്തത്. അതിന്റെ അടിയിലൊക്കെ നിസറുകളില്ലേ, അതിങ്ങനെ വന്നിരിപ്പുണ്ട്. എനിക്കാണെങ്കിൽ ഇതിനെയൊക്കെ കാണുമ്പോൾ മൂക്ക് ചൊറിയാൻ തുടങ്ങും. ഒത്തിരി ഉറുമ്പിനെയും കൊതുകിനെയും ഈ നിസറിനെയൊക്കെ കണ്ടതിന് എനിക്ക് മൂക്കൊക്കെ ചൊറിഞ്ഞ് തുമ്മാൻ തുടങ്ങും. ഞാൻ പിന്നെ നീമോയിൽ കൊണ്ടുവന്ന് അടിച്ചു കൊടുത്തേ. അപ്പൊ തന്നെ അതുങ്ങളങ്ങ് പോയി. പിന്നെ നോക്കിയപ്പോഴാണ് വാഴയിലൊക്കെ ഒരുപാട് മോശം ഇലകൾ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. ഒരു വൃത്തികേടാ കാണാൻ. പിന്നെ അതൊക്കെ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് ഒരു മൂലക്കേട്ടങ്ങ് മാറ്റിയിട്ട് ഒരു വശത്തൂന്ന് അങ്ങ് തൂത്തു വരാനായിട്ട് തുടങ്ങി. ഇന്ന് ഒരുപാട് ഇലകളൊന്നും വീണ് കിടപ്പില്ല കേട്ടോ. മാവിന്റെ കുറച്ച് ഇലകൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ പുല്ല് നട്ടാലും മാവിന്റെ വേരൊക്കെ ഉണങ്ങി പോകുന്നു കേട്ടു. അങ്ങനെ ഉണ്ടോ? എനിക്കറിയില്ല കേട്ടോ. ഞാനേ പെട്ടെന്ന് എന്റെ താഴെയുള്ള ഗാർഡൻ കാണിച്ചു തരാവേ. ഈ കലാത്തിയം നട്ടിരിക്കുന്നത് നമ്മുടെ അടുക്കള സൈഡാണ്. ഇതാണ് കേട്ടോ ഫ്രണ്ട് വരുന്നത്. ഇവിടുന്ന് ഇങ്ങനെ നടന്ന് കുറച്ച് അകത്തേക്ക് കയറുമ്പോ ഈ ഒരു പാത്ത് വേ ഉണ്ട്. ആ ഫ്രണ്ടിൽ കണ്ട ഡോറില്ലേ, അതിന് നേരെ ഓപ്പോസിറ്റ് വേറൊരു ഡോറും കൂടി ഉണ്ട്. ഈ പാത്ത് വേ കൂടി ഇങ്ങനെ നടന്ന് 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 അങ്ങ് ചെല്ലുമ്പോ ഈ കാണുന്നതാണ് ആ പറഞ്ഞ ഡോറിന്റെ വശം. സത്യത്തില് പുറകുവശം എന്ന് പറയാം. പക്ഷെ മുകളിലെ റോട്ടിൽ നിന്ന് നല്ല നോട്ടം കിട്ടുന്നത് കൊണ്ട് ഇവിടെയും അത്യാവശ്യം നന്നായിട്ട് ചെടികളൊക്കെ വെച്ച് കൊടുത്താണ് ഞങ്ങൾ കീപ്പ് ചെയ്യുന്നത്. അങ്ങനെ കറക്കമൊക്കെ കഴിഞ്ഞു. നോക്കിയപ്പോ കാന്താരി മുളകിൽ ഒരുപാട് കാന്താരി ഉണ്ടായിരുന്നിപ്പുണ്ട്. ഇന്നലെ രാത്രി 9:30 ഞാൻ വന്ന് ഇതിന്ന് കാന്താരി പറിച്ച് മുളക് ചമ്മന്തി ഉണ്ടാക്കി കഴിച്ചേ. ഈ ചില സമയത്തെ ക്രാവിങ്സ് ഒക്കെ ഇല്ലേ, അതെന്ന് പറയാം. ഇഷ്ടംപോലെ കാന്താരി ഉണ്ടായിട്ടുണ്ട്. ഞാൻ കുറെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ പറിച്ച് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചേ. ശരത്തേട്ടന്റെ അമ്മാവിന്റെ വീട്ടിൽ നിന്ന് 2-3 കോവലിന്റെ തണ്ട് കൊണ്ടുവന്ന് നട്ടിട്ടുണ്ടായിരുന്നേ. അത് പിടിച്ചു കയറി കുഞ്ഞു കുഞ്ഞു കായൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇത് ആദ്യത്തെ വിളവെടുപ്പാണ്. നല്ല പൊക്കത്തിലായതുകൊണ്ട് എനിക്ക് പറിക്കാനേ എത്തുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ശരത്തേട്ടനെ കൊണ്ട് പറിപ്പിച്ചേ. കോവയ്ക്ക് ഒരുപാട് ഉണ്ടാവുമ്പോ അമ്മാവൻ കവറിനകത്ത് പറിച്ച് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അതുപോലെ ഇതും ഒരുപാട് കോവയ്ക്ക ഉണ്ടായിട്ട് എല്ലാവർക്കും ആവശ്യത്തിനനുസരിച്ച് കൊടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം. 3-4 കോവയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ കൂടെ കുറച്ച് ക്യാരറ്റും കിഴങ്ങും കൂടി ഇട്ട് കൊടുത്താൽ ഇന്നത്തേക്കുള്ള തോരനായി. കാരണം ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. അമ്പുവിന്റെ ജേസി ഇവിടെ തുമ്പിക്ക് ഇങ്ങനെ പൊങ്ങിയിരിക്കുകയാണ്. നടന്നു വരുന്ന വഴിക്കായിരിക്കും അത് തട്ടി താഴെയിട്ട് പൊട്ടുന്നത്. അതുകൊണ്ട് ഞാനതങ്ങ് മടക്കി വെച്ചേ. ഇന്നലെ ശരത്തേടൻ പുറത്തു പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ അക്വേറിയം. അമ്പുവിന്റെ ഫേവറേറ്റ് ആണ് ഇത്. എങ്ങനെയുണ്ട് കാണാൻ? നൈസ് ആയിട്ടില്ലേ?